പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. പുതിയ നിയമത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: യേശുവിനെതിരെ ഒരുമിച്ച് കൂടിയവർ ആരെല്ലാം? ഉത്തരം: ഹെരോദാവും പൊന്തിയോസ് പീലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവും. അപ്പോസ്തല പ്രവൃത്തികൾ 4:27. ക്വസ്റ്റ്യൻ: തൻ്റെ മകനെക്കുറിച്ച് പ്രവചിക്കുവാൻ അവസരം ലഭിച്ച പിതാവ്. ഉത്തരം: സക്കറിയാവ്. ലൂക്കോസ് 1:67-76 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: ഒരു ജലാശയത്തിൻ്റെയും ഒരു ഭരണാധികാരിയുടെയും പേര് ഒന്ന്. എന്താണ് ആ പേര്? ഉത്തരം: തിബെരിയാസ്. യോഹന്നാൻ 6:1, ലൂക്കോസ് 3:1. ക്വസ്റ്റ്യൻ: ശുദ്ധിയുള്ളത് നൽകാൻ പാടില്ലാത്തത് ആർക്ക്? ഉത്തരം: നായ്ക്കൾക്ക്. മത്തായി 7:6. ക്വസ്റ്റ്യൻ: അന്യജാതിക്കാരിയായ വ്യഭിചാരിണിയെ വിവാഹം കഴിച്ച വ്യക്തി ആര്? ഉത്തരം: ശൽമോൻ. മത്തായി 1:5. ക്വസ്റ്റ്യൻ: യേശുവിനെ വിളിച്ചത് എന്ത്? ഉത്തരം: മനുഷ്യപുത്രൻ. മത്തായി 8:20, 16:13. ക്വസ്റ്റ്യൻ: എൻ്റെ സ്നേഹിതനും ഞാൻ പറഞ്ഞ കഥയിലെ നായകനും ഒരാൾ. ആര്? ഉത്തരം: ലാസർ. ലൂക്കോസ് 16:20, യോഹന്നാൻ 11:11. ക്വസ്റ്റ്യൻ: യേശുവിനെ കാണാൻ ആഗ്രഹമുണ്ടായിരുന്നവർ ആര്? ഉത്തരം: പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാർക്ക്. യോഹന്നാൻ 12:20-21 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: തങ്ങൾക്കെതിരെ നിന്നവരുടെ കുറ്റം ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ചവർ. ഉത്തരം: 1 യേശു, 2 സ്തെഫാനോസ്. ലൂക്കോസ് 23:34, അപ്പോസ്തല പ്രവൃത്തികൾ 7:60. ക്വസ്റ്റ്യൻ: ഇഴജാതിയുടെ പേരിനാൽ വിളിക്കപ്പെട്ടവർ. ഉത്തരം: പരീശരിലും സദൂക്യരിലും ചിലർ, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരും. മത്തായി 3:7, മത്തായി 23:27. ക്വസ്റ്റ്യൻ: നുണ ഒന്ന് ഫലവും ഒന്ന്. ആർക്ക്? ഉത്തരം: അനന്യാസ്, സഫീറ. അപ്പോസ്തല പ്രവൃത്തികൾ 5:1-10 ക്വസ്റ്റ്യൻ: ശിഷ്യനാൽ ചെയ്ത പ്രവൃത്തിക്ക് പ്രവാചകനാൽ വിടുതൽ. പ്രവാചകനാര്? ശിഷ്യനാര്? സംഭവം ഏത്? ഉത്തരം: പ്രവാചകൻ യേശു, ശിഷ്യൻ ശിമോൻ പത്രോസ്. സംഭവം: മഹാപുരോഹിതൻ്റെ ദാസൻ്റെ കാത് അറുത്തത്. യോഹന്നാൻ 18:10-11, 7:10. ക്വസ്റ്റ്യൻ: ദൈവസന്നിധിയിൽ എത്തിയ പ്രവൃത്തി ഏത്? ആരുടെ? ഉത്തരം: പ്രവൃത്തി, പ്രാർത്ഥനയും ധർമ്മവും കൊർന്നല്യോസിൻ്റെ. അപ്പോസ്തല പ്രവൃത്തികൾ 10:3-4 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: പുതിയ നിയമത്തിൽ ദാഹിക്കുന്ന സ്ഥലമായി പ്രതിപാദിച്ചിരിക്കുന്നത് എവിടെ? ഉത്തരം: പാതാളത്തിൽ, യാതനാസ്ഥലത്ത്. ലൂക്കോസ് 16:23-24 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: താൻ ചെയ്തുകൊണ്ടിരുന്നത് തൻ്റെ അടുക്കൽ വന്ന വ്യക്തിയിൽ നിന്നും ആഗ്രഹിച്ച ആൾ ആര്? ഉത്തരം: യോഹന്നാൻ സ്നാപകൻ. മത്തായി 3:13-14 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: പുതിയ നിയമത്തിൽ ജനിക്കും മുമ്പേ പേര് വിളിക്കപ്പെട്ടവർ എത്ര പേർ? ആരെല്ലാം? ഉത്തരം: 2 പേർ. 1 യേശു, 2 യോഹന്നാൻ സ്നാപകൻ. ലൂക്കോസ് 1:31, 1:13. ക്വസ്റ്റ്യൻ: സംഭവങ്ങളും ചരിത്രങ്ങളും അറിയാവുന്നവൻ, എന്നാൽ അടുത്തുള്ളത് അറിയാതിരുന്നവൻ ആര്? ഉത്തരം: ക്ലെയോപ്പാവ്. ലൂക്കോസ് 24:13-26. ക്വസ്റ്റ്യൻ: രക്ഷയ്ക്ക് പര്യാപ്തമാകും എന്ന് പറയപ്പെട്ട
പഴയ നിയമ കൽപ്പന ഏത്? ഉത്തരം പരിച്ഛേദന. അപ്പോസ്തലപ്രവൃത്തികൾ 15:1. ക്വസ്റ്റ്യൻ: അവരവരുടെ ശിക്ഷയ്ക്ക് അവരവർ തന്നെ കാരണക്കാർ എന്നതിന് അവിടെ കാണിച്ച അടയാളമെന്ത്? ഉത്തരം വസ്ത്രം കുടഞ്ഞു. അപ്പോസ്തലപ്രവൃത്തികൾ 18:6. ക്വസ്റ്റ്യൻ: കടലിൻ്റെ അരികിൽ നിന്നും യേശുവിൻ്റെ അടുത്ത് വന്നത് ഏതൊക്കെ സ്ഥലത്തു നിന്നുള്ളവർ? ഉത്തരം സോർ സീദോൻ. ലൂക്കോസ് 6:17. ക്വസ്റ്റ്യൻ: സംസാരിക്കാൻ നല്ല കഴിവുള്ളവൻ, ദൈവവചനത്തെക്കുറിച്ച് നല്ല അറിവുമുണ്ട്, എന്നാൽ അറിയേണ്ട കാര്യം അറിയേണ്ട പോലെ അറിയാതെ ഇരുന്നത് ആര്? ഉത്തരം അപ്പൊല്ലോസ്. അപ്പോസ്തലപ്രവൃത്തികൾ 18:24-25 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: യേശു ശാസിച്ച പട്ടണങ്ങൾ എത്ര, ഏതെല്ലാം? ഉത്തരം 3. കോരസീൻ, ബത്സയിദ, കഫർനഹൂം. മത്തായി 11:20-23 വരെ. ക്വസ്റ്റ്യൻ: സംഭവിപ്പാൻ പോകുന്നതിനെക്കുറിച്ച് അറിയാൻ കഴിയാതെ കണ്ണുകൾ നിരോധിക്കപ്പെട്ടത് ആരുടെ? ഉത്തരം യെരുശലേമിൻ്റെ. ലൂക്കോസ് 19:28, 41-43 വരെ. ക്വസ്റ്റ്യൻ: അഭിനയം കാണിച്ച് ആളുകളെ കൂടെ നിർത്തിയവൻ ആര്? ഉത്തരം തദാസ് അല്ലെങ്കിൽ ത്യുദാസ്. അപ്പോസ്തലപ്രവൃത്തികൾ 5:36. ക്വസ്റ്റ്യൻ: പ്രയോജനമുള്ളത് തന്നിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ കൊള്ളാത്തത്? ഉത്തരം പ്രയോജനമുള്ളത് കാരം, കൊള്ളാത്തത് ഉപ്പ്. മത്തായി 5:13. ക്വസ്റ്റ്യൻ: സമ്മർദ്ദം ഉണ്ടാകാതിരിപ്പാൻ പരിച്ഛേദന നൽകിയത് ആർക്ക്? ഉത്തരം തിമത്തിയോസിന്. അപ്പോസ്തലപ്രവൃത്തികൾ 16:1-3 വരെ. ക്വസ്റ്റ്യൻ: കിടക്കരുതാത്ത സമയത്ത് കിടക്കരുതാത്ത ഇടത്ത് കിടപ്പ്. കിടന്നതെവിടെ, കിടന്നതാര്? ഉത്തരം കിടന്നത് ശവക്കല്ലറയിൽ ഗദരദേശത്തെ അശുദ്ധാത്മാവുള്ള മനുഷ്യൻ. മർക്കോസ് 5:1-3 വരെ. ക്വസ്റ്റ്യൻ: ഓർക്കാതെ പോയെന്ന ധ്വനി, പേടിച്ചുപോയ കൂട്ടം, പ്രതികൂലമായ സാഹചര്യം. പേടിച്ചത് ആര്, പ്രതികൂലമെന്ത്? ഉത്തരം പേടിച്ചത് യേശുവിൻ്റെ ശിഷ്യന്മാർ. പ്രതികൂലം ചുഴലിക്കാറ്റ്. ലൂക്കോസ് 8:24-25 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: പൗലോസ് ബന്ധിതനായതും വിധിക്കപ്പെടുവാൻ നിന്നതും ഒരു കാര്യനിമിത്തം. ഏത് കാര്യനിമിത്തം? ഉത്തരം പ്രത്യാശാ നിമിത്തം. അപ്പോസ്തലപ്രവൃത്തികൾ 26:7, 28:20. ക്വസ്റ്റ്യൻ: കാറ്റ് 1, അവസ്ഥ 2. ഏത് കാറ്റ്? ഉത്തരം തെക്കൻ കാറ്റ്. ലൂക്കോസ് 12:55, അപ്പോസ്തലപ്രവൃത്തികൾ 27:13. ക്വസ്റ്റ്യൻ: കഴിപ്പാൻ പാടില്ലാത്തത് കഴിച്ചത് ആരൊക്കെ? ഉത്തരം ദാവീദും കൂടെയുള്ളവരും. ലൂക്കോസ് 6:3-4 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: ഒരത്ഭുത നിമിത്തമാണ് ഞാൻ വിശ്വാസത്തിൽ വന്നത്. അത്ഭുതം നടത്തിയ ആളും ഞാനും തമ്മിൽ ഒരു കാര്യത്തിൽ സാമ്യമുണ്ട്. എന്താണ് സാമ്യം? ഞാൻ ആര്? ഉത്തരം സാമ്യം പേരിൻ്റെ കാര്യത്തിൽ. അത്ഭുതം നടത്തിയത് പൗലോസ്. ഞാൻ സർഗ്യോസ് പൗലോസ്. അപ്പോസ്തലപ്രവൃത്തികൾ 13:7-12 വരെ. ക്വസ്റ്റ്യൻ: പേരിൽ പ്രത്യാശയുണ്ട്. ഞങ്ങൾ ഇവിടെ എത്തിയത് വളരെ പ്രയാസപ്പെട്ടാണ്. എവിടെ? ഉത്തരം ശുഭതുറമുഖം. അപ്പോസ്തലപ്രവൃത്തികൾ 27:8. ക്വസ്റ്റ്യൻ: മനുഷ്യരുടെ മുമ്പിൽ ഡാഷ്, ദൈവത്തിൻ്റെ മുമ്പിൽ ഡാഷ്. ഉത്തരം മനുഷ്യരുടെ മുമ്പിൽ ഉന്നതമായത്, ദൈവത്തിൻ്റെ മുമ്പിൽ അറപ്പ്. ലൂക്കോസ് 16:15. ക്വസ്റ്റ്യൻ: ശിക്ഷയ്ക്ക് യോഗ്യൻ, കല്ലുകടിയാൽ രക്ഷ. ആർക്ക്?
ഉത്തരം ബറബ്ബാസിന്. മർക്കോസ് 15:6 മുതൽ 15 വരെ. ക്വസ്റ്റ്യൻ: താൻ ചെയ്യേണ്ട കാര്യത്തിന് തനിക്ക് അഡ്വാൻസ് ലഭിച്ചു. ആര് ആർക്കാണ് കൊടുത്തത്? ഉത്തരം ശമര്യക്കാരൻ വഴിയമ്പലക്കാരന്. ലൂക്കോസ് 10:33 മുതൽ 35 വരെ. ക്വസ്റ്റ്യൻ: കൃപയാൽ മുകളിൽ നിന്നും നമ്മുടെ അടുക്കൽ വന്നത് എന്ത്? ഉത്തരം ഉദയം. ലൂക്കോസ് 1:79. ക്വസ്റ്റ്യൻ: സെൻസസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന പദമെന്ത്? ഉത്തരം പേർവഴി ചാർത്തൽ. ലൂക്കോസ് 2:1. ക്വസ്റ്റ്യൻ: രക്ഷയ്ക്ക് പര്യാപ്തമാകും എന്ന് പറയപ്പെട്ട പഴയ നിയമ കൽപ്പന ഏത്? ഉത്തരം പരിച്ഛേദന. അപ്പോസ്തലപ്രവൃത്തികൾ 15:1. ക്വസ്റ്റ്യൻ: അപ്പനെ ഭയം എന്നാൽ അപ്പൻ പോയി മകനായി എന്നാൽ മകനെയും ഭയം. ഈ അപ്പനും മകനും ആര്? ഉത്തരം അപ്പൻ ഹെരോദാവ്, മകൻ അർക്കലയോസ്. മത്തായി 2:22. ക്വസ്റ്റ്യൻ: എന്തിനു വേണ്ടിയാണ് അവർ ദൈവത്തിൻ വാക്കുകളെ ഉപേക്ഷിച്ചു കളഞ്ഞത്? ഉത്തരം അവരുടെ സമ്പ്രദായം പ്രമാണിപ്പാൻ വേണ്ടി. മർക്കോസ് 7:9. ക്വസ്റ്റ്യൻ: എപ്പോഴും പരിശുദ്ധാത്മാവിനോട് തിരസ്കരണം കാണിച്ചവർ ആര്? ഉത്തരം ഇസ്രായേൽ ഗൃഹം. അപ്പോസ്തലപ്രവൃത്തികൾ 7:42-51 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: ഇത് ഒരു സ്ഥലം, രഹസ്യമായി ഇരിക്കാൻ പറ്റുന്ന സ്ഥലം, ശൂന്യമായി കിടക്കുന്ന ഇടം, വ്യക്തിയുടെ പേരിനാൽ അറിയപ്പെടുന്നു. ഏതാണ് ഈ സ്ഥലം? ഉത്തരം എഫ്രയീം. യോഹന്നാൻ 11:54. ക്വസ്റ്റ്യൻ: ഇത് ഒരു വ്യക്തി, നാമങ്ങൾ പലത്, വിളിക്കപ്പെട്ടത് ഒന്നിലധികം. ആരാണ് ഈ വ്യക്തി? ഉത്തരം വ്യക്തി പത്രോസ്, നാമങ്ങൾ ഷിമോൻ, കേഫ, പത്രോസ്. വിളിക്കപ്പെട്ടത് ഷിമോൻ, കേഫ. യോഹന്നാൻ 1:42. ക്വസ്റ്റ്യൻ: നീ അറിയേണ്ട കാര്യം നീ അറിഞ്ഞില്ല, അതിനാൽ നിന്റെ എതിരാളികൾ വന്ന് നിന്നെ ശൂന്യമാക്കിക്കളയും. ആരെ? ഉത്തരം യെരുശലേം നഗരം. ലൂക്കോസ് 19:28, 41 മുതൽ 44 വരെ. ക്വസ്റ്റ്യൻ: സമർപ്പിച്ചു, സ്പർശിച്ചു, പ്രദർശിപ്പിച്ചു. ആര്? ഉത്തരം കുഷ്ഠരോഗി. മത്തായി 8:1 മുതൽ 4 വരെ. ക്വസ്റ്റ്യൻ: റോമിലെ സഭയിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ പേരിന് ഒരു അപ്പോസ്തലൻ്റെ പേരുമായി നല്ല സാമ്യമുണ്ട്. എൻ്റെ പേരിൻ്റെ ഒരു അക്ഷരം മാറ്റിയാൽ മറ്റൊരു ക്രിസ്തു വിശ്വാസിയുടെ പേര് ലഭിക്കും. അപ്പോസ്തലൻ്റെ പേരെന്താണ്? ആ ക്രിസ്തു വിശ്വാസി ആര്? ഉത്തരം സോസിപ്പത്രോസ്. അപ്പോസ്തലൻ പത്രോസ്, ക്രിസ്തു വിശ്വാസി സോപത്രോസ്. ക്വസ്റ്റ്യൻ: യേശുവിനോട് അടയാളം ചോദിച്ചവർ ആരെല്ലാം, എത്ര? ഉത്തരം 6. 1 ശാസ്ത്രിമാരിലും പരീശന്മാരിലും ചിലർ, 2 പരീശന്മാരും സദൂക്യരും, 3 പുരുഷാരം, 4 യഹൂദന്മാർ, 5 ശിഷ്യന്മാർ, 6 വേറെ ചിലർ. ക്വസ്റ്റ്യൻ: മനുഷ്യൻ അളന്നാലും ദൂതൻ അളന്നാലും ഒരു അളവ്, രണ്ടും ഒരു സംഖ്യ. എന്തിൻ്റെ? ഉത്തരം പുതിയ യെരുശലേമിൻ്റെ മതിലിൻ്റെ. വെളിപ്പാട് 21:17. താങ്ക്സ് ഫോർ വാച്ചിങ്.